എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞു. പുള്ളി ഇന്നലെ ഭയങ്കര ടെൻഷനിലായിരുന്നു. ആൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അതേസമയം ആൾ ഇന്നലെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഡയറ്റിലല്ലേ, നീ ഹെൽത്ത് നോക്കുന്ന ആളല്ലേ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, പിന്നെ സാലഡ് കഴിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യും, പിന്നെന്താ നീ ഇന്നലെ അതെല്ലാം ബ്രേക്ക് ചെയ്തു? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ടെൻഷൻ വരുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊരു പുതിയ സംഗതിയാണോ? അല്ല, ഇത് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു സംഗതിയായിരിക്കും. ഇതിനൊരു ടേം ഉണ്ട്, ഇതിൻ്റെ പേരാണ് ഇമോഷണൽ ഈറ്റിംഗ്. പലപ്പോഴും നമ്മൾക്കൊരു ടെൻഷൻ വരുമ്പോൾ, നമ്മൾക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ, ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ബോഡിക്ക് ഓവർകം ചെയ്യണം. ആ ഓവർകം ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ സന്തോഷത്തിന് പല ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് ജനറേറ്റ് ചെയ്യാൻ അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള വഴി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമോഷണൽ ഈറ്റിംഗ് ഒരു ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ യാതൊരു ഡയറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ജേണി വളരെ വളരെ വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഇമോഷണൽ ഈറ്റിംഗ് ആണോ നിങ്ങളിപ്പോൾ കഴിക്കുന്നത് ശരിക്കും വിശപ്പ് കൊണ്ടാണോ, അതല്ല ഇമോഷൻ കാരണമാണോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോംവഴി. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഇമോഷണൽ ഈറ്റിംഗ് നമ്മുടെ ഹെൽത്ത് ജേണിയിൽ വളരെ വലിയൊരു വില്ലനാണ്. ഈ വില്ലനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം.